ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായപ്പോൾ പ്രതിഷേധവുമായി കിഫയുടെ നേതൃത്വത്തിൽ എളനാട്ടിലെ കർഷകരും രംഗത്തിറങ്ങി. കിഫ പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി എളനാട് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിക്കും പൊതുസമ്മേളനത്തിനും 150ഓളം പേർ പങ്കെടുത്തു. കഴിഞ്ഞ 4 തവണയിലേറെയായി എളനാട് മേഖലയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വന്യമൃഗശല്യം കാരണം പ്രദേശത്തെ കാർഷിക മേഖല പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. കൃഷി ഉപേക്ഷിച്ച സ്ഥലങ്ങൾ വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളായി മാറുന്ന അവസ്ഥയാണുള്ളതെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടുകയും ഇതിനൊരു പരിഹാരം കാണണമെന്ന് നമ്മൾ നിർദ്ദേശിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ ബ്ലോക്കിൽ വെച്ച് നമ്മുടെ MLA-മാരും MP-യും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും യോഗം ചേരുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്യേണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് നമ്മുടെ ഈ മേഖലയിലെ RRT-നെ സജീവമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എന്താ RRT എന്ന്. RRT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടിലെ പശുവിനെ പോലെയാണ്. പേര് മാത്രമേ ഉള്ളൂ RRT എന്ന്. അവർക്ക് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനം നൽകാൻ യോഗം തീരുമാനിച്ചു. കിഫയുടെ പ്രസിഡന്റ് രാംകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി സണ്ണി സ്വാഗതം പറഞ്ഞു. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഗോപകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. ഒരു ഭാഗമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് നമ്മളുടെ ഭരണാധികാരികൾ. അവർക്ക് മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, മനുഷ്യനെ സംരക്ഷിച്ച ശേഷം മാത്രമേ ഭരണാധികാരികൾക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാൻ പറ്റൂ. ഇത് ഇവിടെ ഞാനും രാമപുരം ഇവിടെ അടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ ആളെ കണ്ട് സംസാരിച്ചതാണ്. കാരണം ഈ നിയമം പറയാൻ കാലത്ത് അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതാണ് കാര്യം. ഇവർ പറയുന്നത് ഈ മൃഗങ്ങളെ വെടിവെക്കുന്നത് നശിപ്പിക്കുന്നത് തെറ്റല്ലേ? എനിക്ക് കേൾക്കണം, ഞാനൊരു സുവോളജി വിദ്യാർത്ഥിയാണ്. ജീവികളെ പറ്റി പഠിച്ച വിദ്യാർത്ഥി. ജീവികളോട് സ്നേഹമുള്ളവരാണ്. തൃശ്ശൂർ കാശിബംഗ്ലാവിലേക്ക് കുട്ടിക്കാലത്ത് ഒരു പന്നിക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ബന്ധു കൊണ്ടുവന്ന് പന്നിക്കുട്ടിയെ കൊണ്ടേ കൊടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ വേറൊരു കാര്യം, ഇവിടെ ഈ അധികാരികൾ അടുത്ത് പോകാൻ കാലത്ത് പറയും കഷ്ടമാണ് കാര്യം. പക്ഷേ അവിടെ ഈ ജനങ്ങൾക്ക് മൃഗങ്ങളെ നേരിടാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. എന്താ ചെയ്യുന്നത്? ഇപ്പോൾ വെയിലിൻ്റെ കാര്യം പറഞ്ഞു. ഈ വെയിൽ എത്ര കണ്ട് ഗുണകരമാവുമെന്നറിയാം, എനിക്കറിയില്ല. പിന്നെ വേറൊന്ന്, ഫാദർ സണ്ണി, റിട്ടയർഡ് അധ്യാപകൻ ജിനോ ജോർജ്, ട്രഷറർ ജോയ്, കമ്മിറ്റി അംഗങ്ങൾ, കിഫ പ്രവർത്തകർ, കർഷകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സധൈര്യം മുന്നോട്ട് വരാനുള്ള ചങ്കൂറ്റം ഞങ്ങൾ കിഫയിലൂടെ നേടി എന്ന് 3 വട്ടം പറയാൻ ആഗ്രഹിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, കർഷകനാണ്, അവന് വേർപ്പിന്റെ മണമുണ്ട്, അവൻ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എങ്കിൽ വരും കാലഘട്ടങ്ങളിൽ കർഷകന്റെ വോട്ട് കർഷകരെ എന്ന മുദ്രാവാക്യം മുഴക്കാൻ ധൈര്യമുള്ള തന്റെ ഇടമുള്ള കർഷകരാണ് ഇന്ന് ഞങ്ങളുടെ നാലുപുറത്ത് നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഞാൻ അധികം നീട്ടി പറയുന്നില്ല. ഏതായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ തിന്ന് തടിച്ചു കൊടുത്തത് ഇവിടുത്തെ കുരങ്ങും മലയണ്ണാനും അണ്ണാനും അന്നയും ആനയും ഒക്കെയാണ്, മാനൊക്കെയാണ്. നമ്മുടെ നാട് പഴയതുപോലെ കാർഷിക സമൃദ്ധമാകണമെങ്കിൽ സുരക്ഷിതമായി കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മുടെ സിസ്റ്റങ്ങളും എല്ലാം ഇതിനെതിരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വേളയിൽ കർഷകരുടെ കൂട്ടായ്മയുടെ പ്രതീകമായിട്ട് ഇന്ന് നടന്ന ഈ ജാഥ ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ആനകളെ എത്രയും വേഗം പീച്ച് വനത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
CCV ന്യൂസ് പഴയന്നൂർ.